യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം പകരണമേ. സ്വർഗത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ ഒഴുകുവാൻ അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു മഹത്വം. ആമേൻ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ 42-ാമത്തെ വചനം പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുകയാണ് ഈ വചനം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഈ ഭൂമിയിൽ പിറന്ന ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആദി മാതാവായ ഹവ്വ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ്. അത് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിലേറ്റവും വലിയ അനുഗ്രഹീത ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ കന്യകാമറിയം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട മറിയമാണ് 1-ാം സ്ഥാനത്ത്. അതിൻ്റെ കാരണം പരിശുദ്ധ കന്യകാമറിയം യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് സ്ത്രീകളിൽ ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. ഇനി പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ അല്പസമയം ചിന്തിക്കുക. 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ ഒരു യാത്രയുടെ പുറപ്പെടൽ. തിടുക്കത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു തിടുക്കം ആവശ്യമുണ്ട്. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു തിടുക്കം ഒരു ആവശ്യമാണ് നമുക്ക്. മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മ പോകുകയാണ്.
ഇന്ന് അനേകം ശുശ്രൂഷകര്, അനേകം വ്യക്തികള് ആലസ്യത്തിൽ കിടക്കുകയാണ്. മന്ദതയും മടിയും അലസതയും ഒക്കെ നിറഞ്ഞ ശുശ്രൂഷകർ. അനേക വ്യക്തികൾ അലസമായിട്ട് ജീവിതത്തെ ഇന്ന് തള്ളി നീക്കുന്നവരാണ്. ടെലിവിഷന്റെ മുൻപിലും വ്യത്യസ്തമായ മാധ്യമങ്ങളുടെ മുൻപിൽ മണിക്കൂറുകൾ വെറുതെ ചെലവഴിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. സമയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ടാവില്ല. നമുക്ക് നഷ്ടപ്പെട്ട സമയം എന്നും നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതെ വളരെ തിടുക്കത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക്, വേദനിക്കുന്നവരുടെ അടുക്കലേക്ക്, സങ്കടപ്പെടുന്നവരുടെ അടുക്കലേക്ക്, ആരോരുമില്ലാത്തവരുടെ അടുക്കലേക്ക് തിടുക്കത്തിൽ കടന്നു ചെന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു മനസ്സ്, മറിയത്തിൻ്റെ മനസ്സുപോലെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അലസത മാറ്റി, മടി മാറ്റി, മന്ദത മാറ്റിക്കൊണ്ട് ഉണർവിൻ്റെ, ഉത്സാഹത്തിൻ്റെ വ്യക്തികളായിട്ട് നമ്മൾ മാറണം. മറിയം തിടുക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഏറെ ദൂരം നടന്ന് പരിശുദ്ധ മറിയം സക്കറിയ പുരോഹിതന്റെ വീട്ടിൽ പ്രവേശിച്ചു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എലിസബത്തും പരിശുദ്ധ മറിയവും നേർക്കുനേരെ കാണുകയാണ്. എലിസബത്തിന്റെ ഉദരത്തിൽ സ്നാപക യോഹന്നാൻ വളരുകയാണ്. വളരെ പ്രായമായതിനു ശേഷം സക്കറിയ പുരോഹിതനും എലിസബത്തിനും ദൈവം നൽകിയ ഒരു വലിയ ദാനമായിരുന്നു യോഹന്നാൻ. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ ആ പ്രവേശനം, ആ കടന്നുവരവ്, സക്കറിയ പുരോഹിതന്റെ വീട്ടിലേക്കുള്ള കടന്നുവരവ് വലിയ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയാണ്. അവിടെ വലിയൊരു പരിശുദ്ധാത്മ ശക്തിയുടെ ഒഴുക്ക് ഉണ്ടാവുകയാണ്. പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു ആത്മാവ് നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. ആത്മാവ് നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. ഹല്ലേലൂയ. അപ്പോൾ എലിസബത്തും ആത്മാവിനാൽ നിറഞ്ഞു. ഉദരത്തിലുള്ള സ്നാപക യോഹന്നാനും ആത്മാവിനാൽ നിറഞ്ഞു. സ്നാപക യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് സന്തോഷം, സമാധാനം, ആനന്ദം. സന്തോഷം, സമാധാനം, ആനന്ദം. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന. അത് യോഹന്നാന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സന്തോഷം നിറഞ്ഞു. എലിസബത്തിന്റെ ഗർഭപാത്രത്തിൽ കിടന്ന യോഹന്നാൻ തുള്ളിച്ചാടി, കുതിച്ചു ചാടി. ഉണ്ടോ? ആത്മാവിൻ്റെ പ്രവാഹം ഉദരത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മ സ്നാനം സ്നാപക യോഹന്നാൻ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സ്നാനം ഏറ്റുവാങ്ങണം. ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റുവാങ്ങണം. ദാഹത്തോടെ ഉള്ള പ്രാർത്ഥന, അഭിഷേകമുള്ള വ്യക്തികളുടെ കൈവെപ്പ് ശുശ്രൂഷ, ഇതിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ വീണ്ടും പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങൾ വന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയ കൃപകൾ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ആത്മാവിൻ്റെ തീ ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം.
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നും? ആത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് പ്രവചിക്കുക. എലിസബത്ത് പറയുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്ന് എലിസബത്ത് ആത്മാവ് നിറഞ്ഞപ്പോൾ മനസ്സിലാക്കുകയാ. ആത്മാവ് നിറയുമ്പോൾ വെളിപാടുകള്, പ്രവചനങ്ങള്, ദർശനങ്ങള്, സന്ദേശങ്ങള് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. എലിസബത്തിന്റെ മേൽ ആത്മാവിറങ്ങി. അവളുടെ അധരങ്ങളിലൂടെ പുറപ്പെട്ട വാക്കുകൾ ആത്മാവിൽ നിറഞ്ഞ് അവൾ പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇത് കർത്താവിൻ്റെ അമ്മയാണെന്നുള്ള ശക്തമായ ഒരു വെളിപാട് എലിസബത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവ് നിറയുമ്പോൾ, അഭിഷേകം നിറയുമ്പോൾ വെളിപാടുകൾ, സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവാത്മാവിൻ്റെ ആ ശക്തിയിൽ നമുക്ക് പലതും പറയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ശരിക്കും എലിസബത്ത് ലൂടെ വലിയ ഒരു വെളിപ്പെടുത്തൽ, ഒരു പ്രവചനം, ആത്മാവിൻ്റെ ഒരു വെളിപാട് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുകയായിരുന്നു. നമ്മൾ നിരന്തരമായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയും ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. നിരന്തരമായ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ മറിയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാന വാക്കാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചില സ്ത്രീകളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഒത്തിരിയേറെ പാപകരമായ ജീവിതം നയിക്കുന്ന സ്ത്രീകളുണ്ട്. തിന്മയുടെ വഴികളിൽ വഴിവിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവിനെ അനുസരിക്കാത്ത സ്ത്രീകളുണ്ട്. സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോയ സ്ത്രീകളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ എന്നോട് പറഞ്ഞ ഒരു അനുഭവം. അമ്മയുടെ 6 മക്കൾ, ഇളയ കുഞ്ഞിനെ 6 മാസം ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് ജീവിത പങ്കാളി രോഗം ബാധിച്ച് മരിക്കുന്നത്. മൂത്ത കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. പിന്നീട് കൂലിപ്പണിയെടുത്തും ഒത്തിരി കഷ്ടപ്പെട്ടുമൊക്കെയാ മക്കളെ വളർത്തിയത്. ഭർത്താവ് ഇളയ കുഞ്ഞ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ 6 മാസമുള്ളപ്പോൾ മരിച്ചുപോയതാ. ആ അമ്മ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിയെടുക്കാൻ വേണ്ടി ഒത്തിരിയേറെ ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ മക്കളൊക്കെ അമ്മയെ വേണ്ടവണ്ണം ശുശ്രൂഷിക്കുന്നുണ്ടോ? അമ്മ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, എൻ്റെ മക്കളെല്ലാവരും എന്നെ ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നുണ്ട്, അവരെൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇളയ മകൻ, 6ാമത്തെ കുട്ടി ഒരു മകനാ, അവൻ അമ്മയുടെ കൂടെയുണ്ട്. അവൻ അമ്മയെ വളരെ സ്നേഹത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, അതൊരമ്മയാണ്. എത്ര നല്ലൊരു അമ്മയാ, അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മ, 6 മക്കളുടെ അമ്മ. മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒത്തിരി സഹിച്ചു, ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോയി, ഒത്തിരി വേദന അനുഭവിച്ച ഒരമ്മ. പക്ഷെ ആ അമ്മ സന്തോഷവതിയാണ്. കാരണം മക്കളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്. ഇളയ മകൻ ഒത്തിരി കാര്യമായിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയും അമ്മമാരുണ്ട്. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം ബലിയായി തീർത്ത അമ്മമാർ. ഈ അടുത്ത നാളിൽ ഒരു മകൻ എൻ്റെ അടുക്കൽ പറഞ്ഞ ഒരു അനുഭവമാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തു. സ്ഥലം വാങ്ങിയത് അവരുടെ പേരിൽ, വീട് വെച്ചത് അവരുടെ പേരിൽ. അവസാനം അവിടുന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു വിലയുമില്ല ഭർത്താവിന്. ഭാര്യ ഒരു തോന്നിവാസ്യക്കാരിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ധാർഷ്ട്യത്തിൽ
ജീവിക്കുന്ന ഒരു ഭാര്യ, ഹൃദയം തകർന്ന്, മനസ്സ് തകർന്ന്, കണ്ണുനീരോടെ ആ മനുഷ്യൻ തൻ്റെ വേദനകൾ പങ്കുവെക്കുകയായിരുന്നു. ഇങ്ങനെയും സ്ത്രീകളുണ്ട്. ഹല്ലേലൂയ. അവൾ സ്ത്രീകൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവളാ. സ്ത്രീയുടെ ഏറ്റവും ഉന്നതമായ ഭാവം എന്താ? അമ്മ എന്ന ഭാവ. സ്ത്രീയുടെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് അമ്മ എന്ന ആ വലിയ ഒരു ഭാവം. മദർ തെരേസയെ നമ്മൾ കാണുമ്പോൾ അമ്മ എന്ന വലിയ ഒരു ഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. ലോകം മുഴുവൻ മദർ തെരേസയെ അമ്മ എന്നാണ് വിളിച്ചത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കൈകൾ കൊണ്ടെടുക്കുകയും ചെയ്ത അമ്മ, ദരിദ്രർക്ക് വേണ്ടി ജീവിതം കൊടുത്ത അമ്മ. അവൾ അമ്മ എന്ന ഭാവം, അതിന് വലിയ ആഴങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹം തന്നെയാണ്. പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അമ്മ എന്ന ഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധ മറിയം ഉന്നതമായ ഒരു സ്ഥാനമാണ്. എല്ലാവരുടെയും അമ്മയായിട്ട് യേശു പരിശുദ്ധ മറിയത്തെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുക. നമ്മൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ സ്വന്തം അമ്മയായി, വ്യക്തിപരമായിട്ട് നമ്മുടെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. ആ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ അമ്മയുടെ നീല മേലങ്കിയിൽ നമ്മളും നമ്മുടെ കുടുംബവും സുരക്ഷിതമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം ഭാഗ്യവതിയായതിൻ്റെ മറ്റൊരു കാരണം ഇതാണ്, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് മറിയം ഭാഗ്യവതിയായി തീർന്നത്. മറിയം നല്ല അമ്മയാണ്, എല്ലാവരുടെയും നല്ല അമ്മയാണ്. നമ്മളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ ആര് ആശ്രയിച്ചോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാവത്തില്ല. പരിശുദ്ധ കന്യകാമറിയത്തിൽ ആര് ആശ്രയിച്ചോ അവരുടെ കുടുംബങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. പരിശുദ്ധ കന്യകാമറിയത്തിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ ആശ്രയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷകൻ്റെ ആത്മീയ ജീവിതം തകർന്നു പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല. കാനായിലെ കല്യാണ വീട്ടിൽ ആ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ മുൻപിൽ മധ്യസ്ഥം പറഞ്ഞ അമ്മ, എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം പറയും. ഉറപ്പാ. പരിശുദ്ധ കന്യകാമറിയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആത്മീയ ജീവിതമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ബലവും ശക്തിയും പരിശുദ്ധ മറിയമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ മറിയത്തിന് ഒന്നേ പറയാനുള്ളൂ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യോഹന്നാൻ 2:5. പരിശുദ്ധ മറിയത്തിന് എന്നും ഇന്നും അത് തന്നെ പറയാനുണ്ട്. അവൻ എൻ്റെ പുത്രനായ യേശു എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യുക, അത് അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ അഭയം തേടാം. പരിശുദ്ധ മറിയത്തിന് നമ്മളോട് പറയാനുള്ള വാക്കുകൾ ഇതാണ്, അവൻ എൻ്റെ മകൻ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് അനുസരിക്കുക. അതിന് നമുക്ക് തീരുമാനമെടുക്കാം. അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു ശക്തമായ ആത്മീയ ജീവിതം നയിക്കാം. അമ്മയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം വളരട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ആ സാന്നിധ്യം എലിസബത്തും ഉദരത്തിലുള്ള കുഞ്ഞിനും വലിയൊരു ആത്മാഭിഷേകമായിട്ട് മാറി. എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം
അനേക വ്യക്തികൾക്ക് സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെയും സാന്നിധ്യമായിട്ട് മാറട്ടെ. നമ്മുടെ സാന്നിധ്യം ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിട്ട് മാറുവാൻ, നമ്മിലൂടെ ആത്മാവിൻ്റെ ആ ഒരു സ്നേഹം ഒഴുകുവാനൊക്കെ ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് അല്പസമയം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവേ, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങളാ നിറയ്ക്കണമേ. ആത്മനിറവുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. കൃപാവരങ്ങളുടെ സമൃദ്ധി നൽകണമേ. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നിറയ്ക്കണമേ. ഹല്ലേലൂയ. മാതൃത്വത്തിൻ്റെ മഹനീയത ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ. യേശുവേ, മാതൃത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളുടെ മേൽ, സ്ത്രീ സമൂഹത്തിൻ്റെ മേൽ പ്രത്യേകം കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. മാതൃത്വത്തിൻ്റെ വില, അമ്മയുടെ മഹത്വം എല്ലാ സ്ത്രീകളും മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മാവേ ഞങ്ങളുടെ മേൽ ആവസിക്കണമേ. സ്വർഗത്തിൻ്റെ തീ, പരിശുദ്ധാത്മ തീ ഞങ്ങളിൽ നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. എലിസബത്തിൻ്റെ മേൽ, ഉദരത്തിലുള്ള യോഹന്നാൻ്റെ മേൽ നിറഞ്ഞ ആ ഒരു ആത്മാഭിഷേകം നമ്മൾ നിറയുവാൻ, പരിശുദ്ധ മറിയത്തിലൂടെ ഒഴുകിയ ആ ഒരു ആത്മാവിൻ്റെ പ്രവാഹം നമ്മുടെ മേലൊക്കെ നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ് വചനമായ ദൈവം, ലോകരക്ഷകനായ ക്രിസ്തു പിറന്നത്. മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ യേശു ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ മറിയം കൃപകൾ കൊണ്ട് പൂർണ്ണമായിട്ട് നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധ മറിയം ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയ നിറവുള്ള വ്യക്തിയായിരുന്നു. ഉദരത്തിലുള്ള വചനമായ യേശുവിനെ ഈ ആത്മാവിൻ്റെ അഭിഷേകം പൊതിഞ്ഞു സൂക്ഷിച്ച ഒരു അനുഭവം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വളർന്ന യേശു, മറിയത്തിൽ നിന്ന് ജനിച്ച യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തും ഉദരത്തുള്ള യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കുഞ്ഞാത്മാവിനാൽ നിറഞ്ഞു സന്തോഷത്താൽ കുതിച്ചു ചാടി. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടുന്ന ഒരനുഭവം. രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി വിളിച്ചപേക്ഷിക്കാം. യേശുവേ, ആത്മാവിനെ അയക്കണമേ. പെന്തക്കോസ്താ നാളിൽ അപ്പസ്തോലന്മാരുടെ മേൽ അയക്കപ്പെട്ട അതേ ആത്മാഭിഷേകം, യോഹന്നാന്റെ മേൽ ഇറങ്ങി വന്ന അതേ ആത്മാവിൻ്റെ അഭിഷേകം, പ്രവാചകന്മാരിൽ നിറഞ്ഞു നിന്ന അതേ പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം, കൃപാവരങ്ങളുടെ സമൃദ്ധി ദൈവാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മാവ് നിറയട്ടെ. സ്നാപകന്റെ മേൽ ഇറങ്ങി വന്ന ആത്മാവിൻ്റെ ശക്തി, എലിസബത്തിന്റെ മേൽ ആവസിച്ച ആത്മാവിൻ്റെ ശക്തി, മോശയുടെ മേൽ ആവസിച്ച ആത്മാവിൻ്റെ ശക്തി, ഏലിയാവിൻ്റെ മേൽ എലീഷയുടെ മേൽ ആവസിച്ച അതേ ആത്മാവിൻ്റെ ശക്തി, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിലൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലാലാലാലാലാലാ, ശാലാലാലാലാലാ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി കുറിച്ചുണ്ടായിരിക്കണം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതി കുറിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതി കുറിച്ചുണ്ടായിരിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് റാണി എന്നാണ്. കർണാടകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എനിക്ക് വയറുവേദനയായിട്ട് 3 ദിവസം കിടപ്പിൽ കിടക്കണമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാബുറത്തിൻ്റെ ധ്യാനം 2014 ഇവിടെ വന്ന് കൂടുന്നത്. അന്നേരം സാബുറ തലയിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ശരീരം മുഴുവൻ വിറച്ചായിരുന്നു. അന്ന് ബ്രദർ പറഞ്ഞു ഈശോ തൊട്ട് സുഖപ്പെടുത്തിയതാണ്, ഇനി അങ്ങനെ ഒന്നും വയറുവേദന വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 4-5 വർഷമായി, ഇതുവരെ എനിക്ക് അങ്ങനെ വയറുവേദന വന്നിട്ടില്ല. ഇപ്പം 4 വർഷമായി വയറ്റിൽ വേദനയില്ല, ഒരു കുഴപ്പമില്ല. ഈശോ സൗഖ്യം തന്നു. സൗഖ്യം തന്നു. യേശോയ്ക്ക് നന്ദി. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു.